Hi all, welcome back to my channel. എല്ലാവർക്കും linusplanet പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫിഷ് ഫ്രൈയും ഫിഷ് കറിയുമാണ്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാനിവിടെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഇഞ്ച് കനത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫ്രൈക്ക് ആവശ്യമായതാണ്. അതുപോലെ തന്നെ ഞാൻ നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകുണ്ട്. ഇത് കറിയിലേക്ക് വറുക്കാനും ആവശ്യമായതാണ്. വറ്റ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 400 ഗ്രാമോളം ഉണ്ട്. ഇത് കറിക്കും അതുപോലെ തന്നെ വറുത്തെടുക്കാനും നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വറുക്കുമ്പോൾ നല്ല എരിവൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ചുവന്നുള്ളിയാണ്. ഏകദേശം ഒരു 5-6 ചുവന്നുള്ളി നമുക്ക് ആഡ് ചെയ്യാം. ചെറുതാണെങ്കിൽ 10 വരെ ആഡ് ചെയ്യാം. വെളുത്തുള്ളി ആണെങ്കിലും സെയിം ക്വാണ്ടിറ്റി, ചെറുതാണെങ്കിൽ കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇഞ്ചി ഏകദേശം ഒരു 3 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ആഡ് ചെയ്യാവും നല്ലത്. അപ്പം ഈ കറിയിലേക്ക് നമുക്ക് ഒരുപാട് സ്പൈസസിൻ്റെ ആവശ്യമില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ്. ഞാൻ 1 കപ്പ് തേങ്ങയിലേക്ക് വെള്ളം ഒഴിച്ച് അത് മിക്സിയിൽ അരച്ചെടുത്ത് ഒരു 500 ml ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻറ്റ് കറിയുടെ. പിന്നെ ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. തലഭാഗമുണ്ട്, ബാക്കി ഫ്ലഷൊക്കെ ഉണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. അടുത്തതായി നമുക്ക് വറുക്കാനും കറിയിലേക്കും ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയാണ്. പിന്നെ മസാലകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്ര കറിവേപ്പില നിങ്ങൾ ചിന്തിക്കേണ്ടാവും, അത് ഞാൻ വഴിയെ പറയാം. പിന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഏകദേശം 1 ടീസ്പൂണാണ്. മുളക് പൊടി ഇതിലേക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1/2 ടീസ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടി അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പഴുത്ത 2 തക്കാളി. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതിലേക്ക് പുളി നിങ്ങൾക്ക് വാളംപുളി ചേർക്കാം. പൊതുവേ എനിക്ക് താല്പര്യം കുടംപുളിയാണ് മീൻ കറിയിലേക്ക്, അതുകൊണ്ട് ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത്. ഇത് പുളി കുറവാണ് കേട്ടോ, അതാണ് ഇത്ര അധികം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 നല്ല പുളിയാണെങ്കിൽ 2-3 ചേർക്കാം. ഞാനിത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് മീൻ മസാല തേക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ചേർക്കാം. ഞാൻ ഈ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. മീൻ ഏകദേശം ഒരു 400 ഗ്രാംസിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായത് നാരങ്ങ നീരാണ്. ഏകദേശം ഒരു ഹാഫ് മതി, ഹാഫ് ലെമൺ ജ്യൂസ് മതി നമുക്ക്. നാരങ്ങ നീര് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ ചേർക്കാം. അതല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് ചേർക്കാം. ഇങ്ങനെ എന്തെങ്കിലും പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആവും നമ്മുടെ ഫിഷ്. സോ അതിനുശേഷം ഞാൻ എപ്പോഴും ഒരു 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാറുണ്ട് മീൻ മസാല തേച്ച് വെക്കുമ്പോൾ. ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പറ്റിയിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ മീൻ ചെയ്യുന്നത്, ഫ്രൈ ചെയ്യുന്നത് അത്ര ഹെൽത്തി ആയിട്ടല്ല, ബട്ട് നമുക്ക് വൺസ് ഇൻ എ വൈൽ ഇങ്ങനെയൊക്കെ ആസ്വദിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഈ മീനിൽ മുള്ളൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇളക്കിയെടുക്കുന്നത്. നന്നായിട്ട് മുള്ളൊക്കെ ഉള്ള മീനാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, മസാല ആദ്യം ഉണ്ടാക്കി ഓരോ മീനും എടുത്ത് പുരട്ടി വെക്കുകയാണ് ഏറ്റവും ഉത്തമം. അപ്പം ഇത് വളരെ തിന്നായിട്ടുള്ള കഷ്ണങ്ങളാണ്, എല്ലാത്തിലും മസാല നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കറിക്കുള്ള പുറപ്പാടിലാണ്. കറി റെഡിയാക്കാം നമുക്ക്. ആ സമയം മീൻ അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യമായി തന്നെ നമ്മുടെ ഒരു 500 ml തേങ്ങാപ്പാൽ നമ്മൾ ഈ ചട്ടിയിലേക്ക് ചേർക്കണം. ഈ തേങ്ങാപ്പാലിൽ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ആവശ്യത്തിനുള്ള ഉപ്പും ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടി നിർബന്ധ ഘടകമല്ല, ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഈ ഒരു റെസിപ്പിയിലേക്ക് ആവശ്യം. സോ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആഡ് ചെയ്യാനായിട്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റി ഏകദേശം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. സോ കട്ടയൊക്കെ ഉടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചതച്ചെടുത്ത ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി ആൻഡ് തക്കാളി അരിഞ്ഞതാണ്. നമ്മൾ പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, ചതച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നീട് ആവശ്യമായത് പച്ചമുളകാണ്. നമുക്ക് ഈ കറിയിലേക്ക് പച്ചമുളക് മാത്രം ചേർത്തും കുക്ക് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടാനായിട്ടാണ് മറ്റ് മസാലകൾ ചേർത്തിട്ടുള്ളത്. സോ 1.5 പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കറിവേപ്പില, അത് 2 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ നമുക്ക് തണ്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാൻ സമയമായി. നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പിൽ വെച്ച് നമുക്ക് ഫ്ലെയിം കൂടുതൽ ആദ്യം നമ്മൾ കൂട്ടി കൊടുക്കാം. നമുക്ക് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുകയാണ് ഏറ്റവും ഉത്തമം. അടച്ച് വെച്ച് വേവിക്കാം. സോ ഞാനൊരു 5 മിനിറ്റ് വെച്ചപ്പോഴേക്കും ഇതിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിൽ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ടാണ് നമ്മൾ മീൻ ചേർക്കുന്നത്. ഒരു 5 മിനിറ്റും കൂടെ ഞാൻ തിളപ്പിച്ചെടുത്തു. അത് ആ കുടംപുളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ആ ചാറിലേക്ക് ടേസ്റ്റൊക്കെ ഇറങ്ങി വരുമ്പോൾ മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം നമുക്ക് ഇതിങ്ങനെ പെറുക്കി വെച്ച് നമ്മൾ ഇളക്കാതിരിക്കുക, അത് മീൻ ഉടഞ്ഞു പോവും. നമുക്കൊരു 10-15 മിനിറ്റോളം മീൻ വേവാനായിട്ട് എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു. നമ്മുടെ കറിവേപ്പില ആദ്യമായിട്ട് നമ്മൾ ചട്ടിയിൽ നിരത്തി വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും ഇരുമ്പ് ചട്ടി ആണെങ്കിലൊക്കെ മീൻ അടിയിൽ പിടിക്കും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അത് തടയാം. അതുപോലെ തന്നെ ഈ നെയ്യ് കൂടുതലുള്ള മത്സ്യങ്ങൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതിന് വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. മീനിൻ്റെ ആ ഒരു പച്ച മണം മാറാനായിട്ടും ഇങ്ങനെ കറിവേപ്പില വെച്ച് വറുത്തെടുക്കുന്നത് ആ മീനിന് നല്ലൊരു ഫ്ലേവർ തരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മൂത്ത് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചിടണം. ഈ സമയത്താണ് നമ്മൾ അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഇതിൽ ഫിഷ് കഴിക്കുന്നതിലും ടേസ്റ്റാണ് ഈ ഒരു ഒണിയനും പച്ചമുളകൊക്കെ കഴിക്കാനായിട്ട്. നമ്മൾ അത് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒണിയനും അതുപോലെ പച്ചമുളകും നമുക്കിതിൽ വിതറി കൊടുക്കാം. നമ്മുടെ ഫിഷ് കറി ആയിട്ടുണ്ട് കേട്ടോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സോ നമ്മൾ ഓയിലൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല. ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. ബട്ട് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തത് കാരണം പിന്നെ ഇട്ടിട്ടില്ല. ഇത് നന്നായിട്ട് അടച്ചു വെക്കുക, അതല്ലെങ്കിൽ ആ സ്മെല്ലും ഫ്ലേവറൊക്കെ ആവിയിൽ പോവും. സോ നമ്മുടെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും റെഡി ആയി കഴിഞ്ഞു. ഈ ഫിഷ് കറി വളരെ ഹെൽത്തിയാണ് കേട്ടോ. കാരണം ഇറിറ്റബിൾ ബവൽ ഡിസീസോ അതല്ലെങ്കിൽ നമുക്ക് എരിവുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും വയറിന് അസ്വസ്ഥതയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വളരെ ഐഡിയലാണിത്. കൂടാതെ ഇതിൽ ഫാറ്റിൻ്റെ അളവ് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഈ ഓയിലൊക്കെ വേണമെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം, എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്പൈസി ഫുഡ്സ് ഒഴിവാക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കൊറിയാൻഡർ പൗഡറും അതുപോലെ ചില്ലി പൗഡർ സ്കിപ്പ് ചെയ്തത് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസ് ലഭിക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ലിനൂസ്പ്ലാനറ്റ്. സ്റ്റേ ട്യൂൺഡ്.